ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയെന്ന് മനസ്സിലാക്കുന്നു. സമീപത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. എന്തായിരിക്കും തുടർ നടപടികൾ? ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ്. SHOയുടെ റൂമിലാണ്, ഇൻസ്പെക്ടറുടെ ഓഫീസിലാണ് ഇപ്പോൾ ഗോവിന്ദസ്വാമി ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് റിമാൻഡ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. നേരത്തെ തന്നെ ചില വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു, ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നു. എങ്ങനെയാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടാൻ പദ്ധതിയിട്ടത്, ആരൊക്കെ അതിനെ സഹായിച്ചു എന്നതിനെ സംബന്ധിച്ച ചില സൂചനകൾ ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥരെ എന്തായാലും സമീപിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ടൗൺ സ്റ്റേഷനിലേക്ക് ഗോവിന്ദസ്വാമി എത്തിച്ചിരിക്കുകയാണ്. റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം ഇയാളെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ടൗൺ സ്റ്റേഷനിലാണ് ഉള്ളത്. നേരത്തെ ഇവിടെയായിരുന്നു ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് ജയിൽ അധികൃതർ വിളിച്ചുറഞ്ഞത്. ഇവിടെ നിന്നായിരുന്നു ടൗൺ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരായിരുന്നു. പിന്നീട് ഗോവിന്ദസ്വാമിയെ കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ നടത്തുകയും തലാപ്പിലെ ഒരു ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്ന് ഗോവിന്ദസ്വാമിയെ കണ്ടെത്തുകയും ചെയ്ത് പിന്നീട് ഇവിടെ നിന്ന് തന്നെയായിരുന്നു പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടത്തിയത്. ആ സമയത്ത് ഇയാൾക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടായി. പിന്നീട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നിന്ന് വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്ന് പ്രാഥമികമായ ചോദ്യം ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ACP ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാറ്റിയത്. എന്തായാലും 2 മണിക്കൂറധികം സമയം നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ടൗൺ സ്റ്റേഷനകത്ത് ഗോവിന്ദസ്വാമിയുണ്ട്. ഇനിയിപ്പോൾ ഈ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് കൂടി സ്വാഭാവികമായിട്ടും ഗോവിന്ദസ്വാമിക്ക് നേരെ ചാർത്തും. അതുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കിയതിനു ശേഷമായിരിക്കും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് എത്ര നേരം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമായിരിക്കും എന്നതിനെ സംബന്ധിച്ചും വ്യക്തതയില്ല. കാരണം ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഈ ജയിൽ ചാടുന്നതുമായി ബന്ധപ്പെട്ടും നടത്തിയിട്ടുള്ള ആസൂത്രണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഇതിൽ എഴുതി ചേർക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ എത്ര സമയം നീണ്ടു നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി, ഒരു പ്രോസസ്സാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയൊന്നുമില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ ഗോവിന്ദസ്വാമി ടൗൺ സ്റ്റേഷനകത്തുണ്ട്. മറ്റു നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം എന്തായാലും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കും. ടൗൺ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. അവിടെ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും എങ്ങോട്ടേക്കായിരിക്കും ഇയാളെ മാറ്റുക എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഇനി കണ്ണൂർ ടൗൺ സ്റ്റേഷൻ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ മാറ്റുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പ് തരാൻ സാധിക്കില്ല. അതീവ സുരക്ഷയുള്ള ജയിൽ എന്ന പട്ടികയിൽപ്പെട്ടിട്ടുള്ള ഒരു ജയിലായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ. അവിടെ നിന്നാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളെ കബളിപ്പിച്ച് ഗോവിന്ദസ്വാമി തന്റെ സെല്ലിലെ കമ്പി മുറിക്കുകയും 7-8 മീറ്റർ നീളമുള്ള മതിലുകൾ ചാടിക്കടന്ന് രക്ഷപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്നതിനാൽ തന്നെ അയാളെ വീണ്ടും അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വ്യക്തത അല്ലെങ്കിൽ ഒരു ഉറപ്പ് നൽകാൻ സാധിക്കുന്ന സാഹചര്യം നിലവിലില്ല. റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിനായിട്ടാണ് കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ പ്രോസസ്സുകൾ, ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ, ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, ഏത് രീതിയിലായിരുന്നു ഇയാൾ ജയിൽ ചാടിയത്, മറ്റാരുടെയെങ്കിലും സഹായമൊക്കെ ലഭിച്ചിരുന്നോ, ഒരു സഹധർമ്മകാരന്റെ സഹായം ലഭിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ച സൂചനകളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. ഇയാൾ സെല്ലിന്റെ കമ്പി മുറിക്കുന്ന സമയത്ത് ശബ്ദം പുറത്തേക്കാതിരിക്കാൻ വേണ്ടി തുണി ചുറ്റിയാണ് അത് ചെയ്തത് എന്ന വിവരം പുറത്തു വന്നിരുന്നു. അത് കാണാതിരിക്കാൻ വേണ്ടി നൂലുപയോഗിച്ചുകൊണ്ട് ആ മുറിച്ച ഭാഗം മറച്ചിരുന്നു എന്ന വിവരങ്ങളൊക്കെ നമുക്ക് പുറത്തു വന്നിരുന്നു. പക്ഷേ അതിലൊക്കെ ഒരു വ്യക്തത വരുത്തണമെങ്കിൽ ഈ സിറ്റി പോലീസ് കമ്മീഷണറുടെയോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള ACP ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രോസസ്സ്, ഇയാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ അന്വേഷിക്കാൻ സാധിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.